കാട്ടിക്കൂടെ വന്നപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ്. മങ്കൂസ് കുരങ്ങന്മാർ അവർ തൊട്ടാവാടി പറിച്ച് തിന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ കുറേ പേരുണ്ട് കേട്ടോ, ഒരുപാട് പേരുണ്ട്. എന്നെ കണ്ടു, ഒച്ച അവർ ഓടും. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, ഈ സൈഡിലെല്ലാം ഉണ്ട്. പക്ഷെ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ സൈക്കിൾ മാറ്റി അവന്മാർ ഓടും. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയാണ്. 2 പേര് അവിടെ ഇരിപ്പുണ്ട്. മങ്കൂസ് so many monkeys. കുരങ്ങിൻ്റെ കളിയാണ്. ഇതുണ്ടോ എത്ര എണ്ണം ഇരിക്കുന്നു നോക്കിയോ, 19 എണ്ണം ഉണ്ട്. തൊട്ടാവാടി തിന്നുക, തൊട്ടാവാടിയാ ഒരു കുറച്ച് തിന്നുന്ന. ആ 11 മാസമായി. ഈ പിള്ളേർ എവിടെ നിന്നാണെന്നറിയോ? നമ്മളെ സ്വന്തം മലയാളി പിള്ളേർ ഗോവയൊന്ന് കാണാൻ വേണ്ടി എത്തിയതാണ്. 5 പേരേ ഉള്ളോ? 5 പേര് 3 വണ്ടി. ഇവിടുന്ന് വന്ന് റെൻ്റ് എടുത്ത് എത്രയാണ്? 360? 400. 360 ഒപ്പിച്ച് തരാമായിരുന്നു നേരത്തെ കണ്ടിരുന്നാൽ. 350 ഒപ്പിച്ച് തരാമായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ ഹൈവേന്ന് കിട്ടുമായിരുന്നു. നിങ്ങൾ ഇറങ്ങിയ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അതേ ഒരു 3 വണ്ടിയിലായിട്ട് പതിയെ ബീച്ചിലോട്ട് പോവുകയാണ്. പാലം ബീച്ച് പോയോ? ഈ ബീച്ച് പോയില്ല. ബട്ടർഫ്ലൈയിലോട്ടാണോ? അതിന് മുമ്പ് ഒരു ബീച്ചുണ്ട്. ഞാനും അങ്ങനെ തന്നെ. ഞാൻ ഇത്ര നേരം അവിടെ റെസ്റ്റ് ചെയ്യുമായിരുന്നു. തൃശ്ശൂർ എവിടെയാ വീട്? കൊടുങ്ങല്ലൂർ. അത് ശരി, കൊടുങ്ങല്ലൂരൊക്കെ അടിച്ചു പൊളിച്ചിട്ട് വന്നാ ഞാൻ. കേരളം മൊത്തം കണ്ടിട്ട് വന്നതാ. കൊടുങ്ങല്ലൂരിൽ നിന്ന് അപ്പോൾ രാവിലെ വന്നോ അതോ ഇന്നലെ പോന്നു? ആണോ? അത് ശരി. അപ്പോൾ നമുക്ക് കാണാം, ബീച്ച് വെച്ച് കാണാം. ഓക്കെ, അപ്പോൾ ആയിക്കോട്ടെ. അപ്പം നമ്മുടെ മലയാളി പൊളിയല്ലേ? പിന്നെ അല്ല, നമ്മുടെ അടുത്താ കളി. അത് ഓക്കെ കിട്ടോ. പിള്ളേർ പോവുകയാണ് പതിയെ. അവരുടെ പുറകെ ഞാനും പോകുന്നുണ്ട്. എടുത്തോ. ഓക്കെ താങ്ക് യു. ഓക്കെ, സേഫായിട്ട് പോകട്ടോ. ഓക്കെ. അപ്പം മലയാളി പൊളിയല്ലേ? അതാണ്. വഴിയിൽ കാടിൻ്റെ നടുവിലൊരു പച്ചപ്പട്ട് വിരിച്ച് കിടക്കുന്നുണ്ടോ? മുകളിൽ ഡാർക്ക് ഫോറസ്റ്റ്, താഴെ ലൈറ്റ് പാടി ഫീൽഡ്. എന്താ രസം! എന്നാ രസമാണെന്ന് നോക്കി കാണാൻ. ഫുള്ള് ഡാർക്കായിട്ട് കിടക്കുന്നതിൻ്റെ ഒരു സൈഡിൽ ഒരു ലൈറ്റ് ഗ്രീൻ കിടക്കുന്ന കാണുമ്പോഴത്തേനുള്ള ഒരു സുഖമുണ്ടല്ലോ. നെല്ലൊക്കെ പാകമായി വരുന്നതേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ ഒരു ഭംഗി, അതിൻ്റെ രണ്ടിൻ്റെയും കൂടി നടുവിലൂടെ ഒരു തോട് ഒഴുകി പോകുന്നുണ്ട്. ഇതൊരു കപ്പലുമാവാണ്. ഗോവയിൽ ഏറ്റവും കൂടുതലുള്ള കപ്പലുമാവൻ തോട്ടങ്ങളാണ്. അപ്പോൾ മനോഹരമായി നെൽപ്പാടം കണ്ടപ്പോഴത്തേനും മനസ്സിന് ഭയങ്കര സന്തോഷമായി. അതും ഇതാണ് കേട്ടോ, പാടമല്ല, പറമ്പിനെ താത്തി കിടക്കുന്ന പറമ്പെല്ലാം പാടമാക്കിയിരിക്കുന്നതാണ്. അല്ല നമ്മുടെ ഇവിടുത്തെ പോലെ പാടം എന്ന് തന്നെ പറഞ്ഞുള്ളൊരു സ്ഥലമല്ല. വളരെ മനോഹരമായ ഒരു രീതിയിൽ കിടക്കുന്നൊരു പാടം, പച്ചപ്പട്ട് വിരിച്ച് കിടക്കുന്നു. അപ്പോൾ അടിപൊളി കേട്ടോ. അപ്പോൾ ഈ കാഴ്ച കണ്ട് നമ്മൾ പതിയെ മുന്നോട്ട് പോവുകയാണ് അടുത്ത ബീച്ചിലോട്ട്. ഹലോ, നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ 3 ദിവസമായിട്ട് തങ്ങിയ സ്ഥലമാണ് കേട്ടോ ഇത്. 3 ദിവസമായി നമ്മുടെ സൈക്കിൾ ഇരിക്കുന്നതുകൊണ്ടോ. ആ സൈക്കിൾ അവിടുന്ന് അനങ്ങിയിട്ട് 3 ദിവസമായി. മറ്റൊന്നുമല്ല, ഗോവയിലാണ് കേട്ടോ. ഇതൊരു ഹോട്ടൽ കം ഒരു ലിക്കർ ഷോപ്പാണ്. ലിക്കർ ഷോപ്പല്ല, ബാറാണ്.
വൈകിട്ട് മാത്രമേ അത് വർക്ക് ചെയ്യത്തുള്ളൂ. കുഞ്ഞ് ഇതേ ഇവിടെയുണ്ട് വേണ്ടിയിരിക്കുന്നു. കുഞ്ഞ് ആണോ, ഞങ്ങൾ മൊത്തത്തിൽ ഒരു സങ്കടത്തിലാണ്. അത് നമ്മുടെ അപ്ഡേഷൻ വീഡിയോയിലൊന്നും കാണിച്ചിട്ടില്ല. നമ്മുടെ അപ്ഡേഷൻ വീഡിയോസിലൊന്നും നമ്മൾ കാണിച്ചില്ല. എന്താ കാര്യം എന്ന് വെച്ചെന്നാൽ എൻ്റെ കാല് കുറച്ച് പ്രശ്നമായി. പ്രശ്നമായെന്ന് പറഞ്ഞാൽ നമ്മൾ ട്രക്കിങ്ങിന് പോയപ്പം വലിയൊരു പ്രശ്നമായി. നമ്മൾ ഷൂ ഇട്ടാണ് ട്രക്കിങ്ങിന് പോയത്. അപ്പോൾ ഒരുപാട് ചെറിയ നീർച്ചാലുകളുണ്ടായിരുന്നു. അതൊക്കെ ക്രോസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മുട്ടറ്റം വെള്ളം, ഉപ്പൂറ്റിപ്പൊക്കം വെള്ളം, ഷൂ മൂടിയുള്ള വെള്ളമായിരുന്നു. അപ്പോൾ നമ്മൾ കാലി ഓട്ടുമ്പോഴത്തേനും അവിടുന്ന് ഈ മണൽ മുഴുവനൂടെ ഷൂവിൻ്റെ അകത്ത് കയറി. അത് നമ്മൾ മൈൻഡ് ചെയ്യാതെ ഫാസ്റ്റായിട്ട് എല്ലാവരും പോവില്ലേ, അപ്പോൾ നമ്മളും മൈൻഡ് ചെയ്യാതെ ഫാസ്റ്റായിട്ട് പോയി അവസാനം ഈ മണൽ മുഴുവനൂടെ കിടന്ന് ഉരഞ്ഞിട്ട് നമുക്കിട്ട് പണി കിട്ടിയെന്ന് പറഞ്ഞാൽ കാലിൻ്റെ പല ഭാഗങ്ങളും പൊട്ടിക്കുളമായി. നീര് വെച്ച് മൊത്തം ചളവായി. ഇത് കണ്ടോ, ഇതൊക്കെ ഇപ്പോൾ ഉണങ്ങിയതാണ് കേട്ടോ. 4 ദിവസമായിട്ട് ഞാൻ ഇവിടെയാണ്. ഇതുള്ള മൊത്തം നീരായിരുന്നു. ഇപ്പം നീര് കുറഞ്ഞതാണ്. അതുപോലെ തന്നെ ഇത് കാലിൻ്റെ പുറകുവശമൊക്കെ കാണിക്കാം. പുറകുവശമൊക്കെ കുളമായിട്ടിരിക്കുക. പറ്റുമെന്ന് എനിക്കറിയില്ല. ഈ കാലും അതേ പരുവത്തിലാണ്. മണൽ ഉള്ളിൽ പോയിട്ട് കാല് മുഴുവൻ പൊട്ടിയെന്നുള്ളതാണ്. ഉരഞ്ഞ് തൊലി പോയി അത് പൊട്ടി. പിന്നെ നമ്മൾ വന്നപ്പോഴത്തേനും കാല് മൊത്തം ചളവായി. അതുകൊണ്ട് ആകെപ്പാടെ ബുദ്ധിമുട്ടായിപ്പോയി. അങ്ങനെ നമ്മൾ ഇവിടെ വന്ന് കാല് മൊത്തം നീര് വെച്ചപ്പോൾ ഞാൻ ഇങ്ങോട്ട് ഗോവയുടെ സീഷോർ സൈഡിലോട്ട് വരുമായിരുന്നു. അപ്പോൾ ഇവിടെ ഏത് സീഷോറിലോട്ട് പോകണമെങ്കിലും നമ്മൾ ഏതെങ്കിലും ഒരു കാട്ടിൻ്റെ അകത്തൂടെ ഇറങ്ങി വരാൻ പറ്റത്തുള്ളൂ. അത് ഗോവയ്ക്ക് വന്നിട്ടുള്ളവർക്കറിയാം. അപ്പോൾ അങ്ങനെ വരുന്ന വഴിക്ക് നമുക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്ത് വന്ന്, അപ്പം ഞാൻ ചെരുപ്പാക്കി ഷൂ ഊരി മാറ്റിയായിരുന്നു. അങ്ങനെ ചെരുപ്പിട്ട് വരുന്ന വഴിക്ക് നമ്മളവിടെ വിശ്രമിക്കുന്ന സമയത്ത് യാഷ് എന്നുള്ള ഒരാൾ, ഇവിടെയുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ അമ്മയൊക്കെ തൃശ്ശൂരിൽ നിന്നുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ യാഷ് നമ്മളെ പരിചയപ്പെടുകയുണ്ടായി. യാഷ് ഒരുപാട് കേരളത്തിലൊക്കെ വന്ന് ഒരുപാട് കറങ്ങിയിട്ടുള്ള ആളാണ്. അപ്പോൾ ഒരു കൊച്ചു പയ്യനാണ്. പുള്ളി ഇവിടെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ഷോപ്പ് നടത്തുകയാണ്. അപ്പോൾ ഇവിടെ സീസൺ വർക്കാണല്ലോ, 6 മാസമേ ഉള്ളൂ സീസൺ വർക്ക്. അപ്പം യാഷിനെ കാണാൻ പറ്റിയതുകൊണ്ട് രക്ഷപ്പെട്ടു. ഞാൻ ഇവിടെ കറക്റ്റ് വന്ന് യാഷിനെ കിട്ടി. ഇത് വിശുദ്ധ അന്ന സെൻറ് ആൻസ് ചർച്ചാണ്. വിശുദ്ധ അന്നമ്മയുടെ പേരിലുള്ള ചർച്ച്. അപ്പോൾ ഈ ചർച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് യാഷിൻ്റെ കട, അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ഹോട്ടൽ. അപ്പോൾ ഇവിടെ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമേ പോയി അച്ഛനെ കണ്ടപ്പോഴത്തേനും പറഞ്ഞ് ഇവിടെ സ്കൂളായതുകൊണ്ട് താമസിക്കാൻ ബുദ്ധിമുട്ടാണ്, നിങ്ങളിവിടെ വേറെ എല്ലായിടത്തും ഒന്ന് നോക്കുമെന്ന് പറഞ്ഞ്. കാല് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അച്ഛനും സങ്കടമായി. അച്ഛൻ അങ്ങനെ ഇവിടെ ഓട്ടോറിക്ഷ കാണും കേട്ടോ. ഓട്ടോറിക്ഷക്കാരെ വിളിച്ച് അവരോട് ചോദിച്ചപ്പോഴത്തേനും അവർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഇവിടെ ഇരുന്നിട്ട് അവർ 1 മണിയാകുമ്പോൾ അടയ്ക്കും. അപ്പോൾ അവിടെ ബെഞ്ചുണ്ട്, അവിടെ പോയി കിടക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ 3 ദിവസമായിട്ട് അവിടെ കിടക്കുകയാണ്. പകൽ മുഴുവൻ കിടന്നുറങ്ങും. നടക്കാൻ വയ്യ, അതുകൊണ്ടാണ്. ഇനിയിപ്പം നാളെ രാവിലെ ഞാൻ യാത്ര തുടരാമെന്നാണ് വിചാരിക്കുന്നത്. കുഞ്ഞി ആകപ്പാടെ സങ്കടത്തിലാണ്. അവൾക്കൊന്നും ഓടി നടക്കാനൊന്നും പറ്റുന്നില്ല. അതിൻ്റെ ഒരു സങ്കടത്തിലാണ് അവൾ. അപ്പം ഞങ്ങളിങ്ങനെ ഇന്നുകൂടി ഇവിടെ തങ്ങിയിട്ട് നാളെ യാത്ര തിരിക്കാം. അന്നാമ്മയോടൊക്കെ പ്രാർത്ഥിച്ച്, സെൻറ് ആൻസ് ചർച്ചാണ്, അന്നാമ്മയോടൊക്കെ പ്രാർത്ഥിച്ച് ഞങ്ങളിവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ശരി, നമ്മുടെ യാത്ര തുടരുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഗോവയിലാണ്. എൻ്റെ പുറകിൽ കാണുന്ന ഒരു ചെറിയ തോടാണ്. മഴയൊക്കെ കുറഞ്ഞുകൊണ്ട് തോടൊക്കെ വറ്റിയിരിക്കുകയാണ്. അപ്പോൾ തോട്ടിലിറങ്ങി രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് പല്ലൊക്കെ തേച്ച് കുളിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം യാത്ര തുടരുകയാണ്. നമ്മൾ പാലോലത്തേക്കാണ് പോകുന്നത്. പാലോലത്തിന് ഇപ്പുറത്തുള്ള ഒരു ബീച്ച് കാണാൻ വന്നതാണ്. പക്ഷേ ആ സമയത്താണ് നമുക്കൊരു ചെറിയ അടി കിട്ടിയത്. മറ്റൊന്നുമല്ല, നമ്മൾ ട്രക്കിങ്ങിന് പോയപ്പോൾ നമ്മുടെ കാലിൽ നിറച്ച് ചിപ്പിയും മണലും ഒക്കെ കയറിയായിരുന്നു.
അതുകൊണ്ട് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാല് മുഴുവൻ പൊട്ടി നീര് വെച്ച് 3 ദിവസമായിട്ട് നമ്മളിവിടെ തങ്ങിയിരിക്കുകയായിരുന്നു. അങ്ങനെ 3 ദിവസത്തെ തങ്ങലും കഴിഞ്ഞിട്ട് കാല് കുറച്ചൊന്ന് നിലത്ത് കുത്താവുന്ന പരുവത്തിലായതുകൊണ്ട് നമ്മൾ യാത്ര തുടരുകയാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടായിരിക്കണം വലിയ കുഴപ്പമില്ലാതെ നമുക്ക് പോകാൻ പറ്റുന്നുണ്ട്. ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഇടയ്ക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിലും അതൊക്കെ സ്വാഭാവികം. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ നിൽക്കുന്ന പ്രദേശം ഒന്ന് കാണിച്ചു തരാം. അടിപൊളി ഒരു കാടിൻ്റെ ചുവട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. കാടല്ല, തൊട്ടപ്പുറത്ത് കൃഷിസ്ഥലമുണ്ട്, അതിന് മുകളിൽ ഗ്രാമമുണ്ട്. ഇതുണ്ടോ, സൂപ്പറല്ലേ? ഇതൊരു കാട് തുടങ്ങുന്നതാണ് കേട്ടോ. മുകളിലൊക്കെ കാട് തന്നെയാണ്, പ്രൈവറ്റ് പ്രോപ്പർട്ടി ഒന്നുമല്ല. ഇടയ്ക്കൊക്കെ ചെറിയ കടുവയും പുലിയൊക്കെ വരുന്ന സ്ഥലമാണെന്നാണ് പറഞ്ഞത്. പുലി വരും, കടുവയില്ല, പുലി, മറ്റേ ലെപ്പേഡ്, കരിമ്പുലി, ആ സാധനമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് അവരൊക്കെ വന്നാൽ അറിയ പോലും ഇല്ല കേട്ടോ. ഇതാണ് സംഭവം. ചെറിയൊരു തോട്, ഇങ്ങനെ കാട്ടരുവി എന്ന് പറയും, ഒഴുകിപ്പോകുന്ന ഒരു മനോഹരമായ തീരം. അവിടെയാണ് ഞാൻ നിൽക്കുന്നത്. ഇതിൻ്റെ മേളിൽ നെൽകൃഷിയാണ് കേട്ടോ. ഗ്രാമപ്രദേശമാണ് കേട്ടോ. അപ്പുറത്തെല്ലാം ഗ്രാമങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ ഒന്ന് കുളിച്ച് കയറിയപ്പോഴത്തേക്കും ഭയങ്കര സുഖം. നല്ല തണുപ്പൊക്കെ ആയിരുന്നു. പിന്നെ ഇന്നലെ ഒരു ചെറിയ മഴചാറ്റുണ്ടായിരുന്നു. നമ്മുടെ കാലിനിട്ട് പണി കിട്ടിയതുകൊണ്ട് ചെറിയ സ്പീഡിലേ ഉള്ളൂ ചവിട്ടി പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒരു 2 കിലോമീറ്ററിങ്ങ് പോകുന്നതേ ഉള്ളൂ. രാവിലെ ഇറങ്ങിയിട്ട് അന്നേരമാണ് ഈ പുഴ നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇനിയിപ്പം ഇവിടുന്ന് സൈക്കിൾ റോഡിലോട്ട് തള്ളിക്കയറ്റണം. അതൊരു ചെറിയ പണി തന്നെയാണ്. കാരണം കാല് വയ്യാത്തതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഇതൊന്നും എനിക്കൊരു വിഷയമല്ല. പിന്നെ സൈക്കിളിന് വെച്ചാൽ കാറ്റ് കുറവുണ്ടോ? അതില്ല. കുഞ്ഞിപ്പെണ്ണിനെയും കൂടി ഒന്ന് ഇറക്കണം. അവളുടെ കാര്യങ്ങളിലൂടെ നടക്കണ്ടേ. കുഞ്ഞിപ്പെണ്ണ ഇറങ്ങുമല്ലേ? ഇറങ്ങുന്നില്ലേ? ഇറങ്ങണ്ടേ? അങ്ങോട്ട് ഇറങ്ങുന്നില്ല. ഇത് കണ്ടോ, ഇറങ്ങണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നേരം കിടന്നുറങ്ങും. ഉറങ്ങണോ അതോ ഇറങ്ങണോ? എഴുന്നേക്ക്. ഇല്ലേ, ഇത് കണ്ടോ, മടിച്ചിക്കാതെ എഴുന്നേക്ക്. വെളിയിലിറങ്ങണ്ടേ? ഇല്ലേ, ഇറങ്ങുന്നില്ലേ? ഇറങ്ങണ്ടേ? വേണ്ടേ? ഇറങ്ങണോ? അല്ല, ഇതൊക്കെയാണ് മടിച്ചിക്കാതെ കാര്യങ്ങൾ. അയ്യോ, മടിച്ചിക്കോടേതായ കാര്യങ്ങൾ കാണണോ ഇപ്പം? കുഞ്ഞിപ്പെണ്ണ് നടന്നേ, ബാ, ഇപ്പുറത്ത് വന്നേ, അതിന് നടന്നേ. താഴെ ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാൽ നിൽക്കും കുതിര. അതാണ് കുഞ്ഞിക്കുതിര. വെള്ളം കുടിച്ചോ. ഉണ്ടോ? ശുദ്ധ ഇല കുടിക്കത്തുള്ളൂ. കുടിച്ചോ. വെള്ളം കുടിച്ചോ. ഇല്ലേ, നല്ല വെള്ളമല്ലേ? ഉണ്ടോ? ശുദ്ധ ഇലം കുടിക്കുന്നുണ്ടോ? കുടിച്ചോ, എന്തായാലും വേണമെങ്കിലും കുടിച്ചോ. എന്നാ ഫ്രീയാ, 30 രൂപ കൊടുക്കണ്ട. എനിക്കെന്താണെന്നറിയത്തില്ല, ഗോവയിൽ എല്ലാ സാധനത്തിനും വില കൂടുതലിന് കാരണം എന്നാ? കേന്ദ്രഭരണ പ്രദേശമാണ് താനും, തോന്നുന്ന വിലയാണ് താനും. അടിപൊളിയല്ലേ? നമുക്ക് നാട്ടിൽ അതുപോലെയുള്ള പരിപാടി തുടങ്ങണം. ടൂറിസ്റ്റ് മേഖല മുഴുവൻ തോന്നുന്ന വില അങ്ങ് വാങ്ങിച്ചു വെക്കുക. ഒരുത്തരും ചോദിക്കാനില്ലല്ലോ. ചെല്ലു. കുടിക്കുന്നുണ്ടോ വെള്ളം കുടിക്കുന്നുണ്ടോ? കൊള്ളിയില്ലേ? ഞാൻ മുഖം കഴുകാം. നിൽക്കേ, അവിടെ ഇരുന്നേ, മുഖം കഴുകിട്ട്. രാവിലെ മുഖമൊക്കെ കഴുകി സുന്ദരിയാക്കട്ടെ. നേരെ മുഖം കഴുകിട്ടീ, നേരെ നിന്നേ. അപ്പോൾ ഈ തോട്ടിൽ ഞങ്ങളുടെ കുളിയും തേവാരമൊക്കെ കഴിഞ്ഞ് കുഞ്ഞിയും കുളിച്ച് കയറിയിട്ടുണ്ട്. ഞാനും കുളിച്ച് കയറി. അതിനിടയ്ക്ക് അവൾ പോയി ആ
ഇതിൻ്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ ചെയിൻ്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് തല മുട്ടിച്ച് ഇത് കണ്ട കാണിച്ചു വെച്ചിരിക്കുന്നു. ആ തടയുടെ അവിടെ ഒരു കറുത്ത പാട് കണ്ടോ, ഇതാ ചെയിനയിലെ ഓയിലാണ്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, സ്ഥിരമുള്ള പരിപാടിയാണ്. വഴക്ക് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവൾ അങ്ങനെയേ ചെയ്യും. അവൾക്ക് ആ സൈക്കിളിൻ്റെ അടിയിൽ പോയി കിടന്നാലേ ഉറക്കം വരും. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പതിയെ യാത്ര തുടങ്ങാൻ പോവുകയാണ്. ഇന്നത്തെ യാത്ര തിരിച്ച് പാലവുമിലോട്ട് തന്നെയാണ്. അവിടെ നമുക്കൊരു ഗിരി എന്നുള്ള ഒരാൾ നമ്മുടെ മലയാളി സുഹൃത്തുക്കൾ മുഖാന്തരം നമുക്കൊരു ചെറിയ അക്കോമഡേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി ഒന്ന് നമ്മുടെ ഉടുപ്പൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ഉണക്കിയിട്ട് നമുക്ക് പതിയെ അവിടെ നിന്ന് നീങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ശരി, നമ്മുടെ യാത്ര ഈ പുഴയോരത്തു നിന്ന് ആരംഭിക്കുകയാണ്. പുഴയോരല്ല, തോട്ടോരം, തോടാണ്. തോടിൻ്റെ അരികത്തുനിന്ന് കാടിൻ്റെ നടുവിലാണ് കേട്ടോ. കാട് സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ നിന്നാണ്. അങ്ങോട്ട് ചെറിയ ഗ്രാമമാണ്. നെൽവയലാണിത് ഈ കാണുന്നത്. നല്ല രസമുള്ള നെൽവയൽ. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെയൊക്കെ സീനുകൾ നമ്മൾ വല്ല ചിത്രങ്ങളിലൊക്കെ കണ്ടിരിക്കുന്നതാണ്. അതേ ചിത്രങ്ങളിലെ ഫ്രെയിമുകൾ തന്നെ ഇപ്പം നമുക്ക് കൺമുൻപിൽ കാണാൻ പറ്റും. ഇല്ല മരമൊക്കെ നിൽക്കുന്നുണ്ടല്ലോ. ഇതാ കേട്ടോ, കപ്പിലുമാവാണ്. അങ്ങോട്ട് മാവും തോട്ടമാണ്, മാവൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഇടയിലെല്ലാം പോത്തുകൾ കാണാം. അതാണ് പേടിക്കേണ്ടത്. വഴിയെ പോകുമ്പോഴത്തേനും പെട്ടെന്ന് ചാടി സൈഡിലോട്ട് വരും. പ്രത്യേകിച്ച് നമ്മുടെ ഈ കെട്ടും മാണ്ടോ എല്ലാം കാണുമ്പോഴത്തേനും അതുങ്ങൾക്കൊരു പേടി കൂടുതൽ. അപ്പോൾ ശരി, ഞങ്ങൾ പതിയെ നീങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തെ യാത്ര ആരംഭിക്കുന്നു. കാല് വയ്യാണ്ടായതുകൊണ്ട് അകത്തൊക്കെയിരിക്കുകയാണ്. ഇതെന്തോ മൊത്തം പൊട്ടിക്കുളമായിട്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഇവിടുത്തെ കരിമണലൂടെ കയറുമ്പോഴത്തേനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മളെ ഇവിടെയുള്ളൊരു ട്രാവലേഴ്സ് എന്നുള്ള ഒരു നല്ല മനുഷ്യന്മാർ, അവർ ആന്ധ്രാക്കാരാണ്. അവരിവിടെ കൊണ്ടുവന്ന് നമ്മളെ സ്റ്റോർ റൂമായിട്ട് വർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്കിവിടെ കിടന്നാൽ മതി. നമുക്ക് എവിടെയെങ്കിലും കിടന്നാൽ മതി. കാലൊന്നും ശരിയാകുന്ന വരെ കിടന്നാൽ മതിയല്ലോ. അപ്പോൾ എന്നെ ഞാൻ വരുന്ന വഴിയിൽ തന്നെ കുഞ്ഞിനെ എന്നെയും കണ്ട് നമ്മളെ ന്യൂസ് ചാനലിലൊക്കെ കണ്ടിട്ട് കുറേ പ്രോപ്പർട്ടിയുള്ള ആൾക്കാർ നമ്മളെ ക്ഷണിച്ചായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു ഞാൻ ഇന്നോലെ ഇവിടെയാണ് ഇന്ന് തങ്ങാൻ പോകുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞ് ഈ ഗോവ മുഴുവൻ കാണുന്നിടം വരെ കിടന്നോന്നും പറഞ്ഞുകൊണ്ട് വേറൊരു പാർട്ടി എന്നെ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ പേര് നമ്മളെ വിളിച്ചിട്ടുണ്ട്. ഇത് കുഞ്ഞി ഇവിടെയുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് കറണ്ട് കട്ടായി കിടക്കുകയാണ്. അതുകൊണ്ടാണ്. കാരണം എനിക്ക് ഒന്നാതെ ഈ ഫാനിട്ടൊന്നും കിടക്കുന്ന ഇഷ്ടമല്ല. വീട്ടിലാണേലും അതെ, നമ്മൾ ഫാനില്ലാത്ത മുറിയിലാണ് കിടക്കാറ്. അതുകൊണ്ട് എനിക്ക് ഫാനിട്ടൊന്നും ഉള്ള കിടപ്പ് എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞ് അവർ AC ഉള്ള റൂമൊക്കെ എനിക്ക് തന്നതാണ്. ഞാൻ പറഞ്ഞു വേണ്ട, അത് നമുക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഫാൻ എല്ലാം ഉണ്ട്. പക്ഷേ ഇവിടെ ഇലക്ട്രിസിറ്റി അവിടെ കണക്ഷൻ കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മളിവിടെ തന്നെ തങ്ങുകയാണ്. ഇപ്പോൾ കുഞ്ഞിനെ ഒന്ന് വെളിയിൽ കൊണ്ടുപോകണം. ഇവിടെ 2 ചകചില്ലന്മാരുണ്ട്. കുഞ്ഞി ഡി എന്നെ ഈ മണത്ത് നടക്കുന്നത്? വെളിയിലൊന്ന് പോകണോ? വെളിയിൽ പോകണോ? കൊണ്ടുപോകാം. അവിടെ കണ്ണ് തിളങ്ങുന്നുണ്ടാ. ഇതാണ് എല്ലാവരും. ഇങ്ങോട്ട് നോക്കി കണ്ടോ, കണ്ണ് തിളങ്ങുന്നുണ്ടാ. ഇങ്ങോട്ട് പോകും, മേളിലോട്ട് നോക്കി ഇവിടെ നോക്കി. ഹായ്, ഇങ്ങോട്ട് നോക്ക്. കണ്ടോ, ഇതാണ് എൻ്റെ കുഞ്ഞിയുടെ കണ്ണ്.